അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 10 വെള്ളിയാഴ്ച. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ മരിയ കൊറീന മച്ചോഡോയ്ക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിരാശ നൽകുന്നതാണ് ഈ പ്രഖ്യാപനം. സമാധാന നോബലിന് തന്റെ അത്ര അർഹത മറ്റാർക്കുമില്ലെന്ന വാദം ട്രംപ് നിരന്തരം ആവർത്തിച്ചിരുന്നു. ബരാക് ഒബാമയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം 2009 ലഭിച്ചതിനെ വിമർശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യാതൊന്നും ചെയ്യാതിരുന്നതിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചതെന്നും രാജ്യത്തെ നശിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത ഒബാമയ്ക്ക് അവർ പുരസ്കാരം നൽകിയെന്നും ട്രംപ് പറഞ്ഞു. ഒബാമ ഒരു നല്ല പ്രസിഡന്റ് ആയിരുന്നില്ലെന്നും താൻ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടെന്നും അങ്ങനൊന്നും മുൻപ് സംഭവിച്ചിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. 1950 ആധാരപ്രകാരം ഇത് ഫറൂഖ് കോളേജിനുള്ള ദാനമാണെന്നും ഭൂമി തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ വന്നതോടെ ഭൂമി വഖഫ് അല്ലാതായെന്നും കോടതി വ്യക്തമാക്കി. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലപാടെടുത്തത്. വഖഫ് നിയമം അനുസരിച്ചുള്ള നടപടികളെ പറ്റൂ എന്നും നിലപാടെടുത്തിരുന്നു. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ഇത് തിരുത്തുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് അനുമതി നിഷേധിച്ച് വിദേശകാര്യ മന്ത്രാലയം. അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു. കാരണമൊന്നും ചൂണ്ടിക്കാട്ടാതെയാണ് അനുമതി തള്ളിയത്. അനുമതി നിഷേധിച്ച കാരണത്തെക്കുറിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിശദീകരണം നൽകിയിട്ടില്ല. ഒക്ടോബർ 16 വ്യാഴാഴ്ച മുതൽ നവംബർ 9 വരെയായിരുന്നു പര്യടനം നിശ്ചയിച്ചിരുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ നിന്നും 475 ഗ്രാമോളം നഷ്ടമായിട്ടുണ്ടെന്ന കാര്യം വ്യക്തമായതായി ഹൈക്കോടതി. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കേസിൽ വിജിലൻസ് കണ്ടെത്തലുകളിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും സംസ്ഥാന പോലീസ് മേധാവിയെ കേസിൽ കക്ഷി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. സ്വർണ്ണപ്പാളി നൈട്രിക് ആസിഡിൽ ലയിപ്പിച്ച് വേർതിരിച്ചെടുത്തതാണെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴി. 1 കിലോ സ്വർണ്ണമാണ് സ്വർണ്ണപ്പാളികളിൽ നിന്ന് ലഭിച്ചത്. അതിൽ 420 ഗ്രാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു. 320 ഗ്രാം പണിക്കൂലിയായി എടുത്തു. ബാക്കി പുതിയ ചെമ്പുപാളികളിൽ പൂശിയെന്നുമാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി മൊഴി നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ കുറ്റം ചെയ്തവർ ആരായാലും നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. ഇതിന്റെ ഭാഗമായാണ് പീഠം നഷ്ടമായെന്ന് പോറ്റി ആരോപണമുന്നയിച്ചത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ക്രമക്കേടിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് പുറത്തുവരുന്നതെന്നും ദ്വാരപാലക ശില്പത്തിന്റെ വ്യാജ മോൾഡുണ്ടാക്കി അത് ചെന്നൈക്ക് കൊടുത്തുവെന്നും ഒറിജിനൽ ആർക്കോ വിറ്റുവെന്നും വ്യക്തമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കോടതി ഇടപെടൽ ആശ്വാസകരമാണെന്നും പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ അടക്കം പൊതിഞ്ഞ സ്വർണത്തിന് ഡിവൈൻ വാല്യൂ വളരെ കൂടുതലാണെന്നും ഇതിനാൽ തന്നെ വലിയ തുകയ്ക്കായിരിക്കും വിൽപ്പന നടന്നിട്ടുണ്ടാവുകയെന്നും പിന്നിൽ വമ്പൻ സ്രാവുകളാണെന്നും ശില്പി മഹേഷ് പണിക്കർ. വിശ്വാസത്തിന്റെ പേരിലുള്ള തട്ടിപ്പാണെന്നും മഹേഷ് പണിക്കർ പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവോടെ തന്നെ വലിയ കൊള്ളയാണ് നടന്നതെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. താരങ്ങളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം മുക്കാനാകാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. താൻ ഒരു കേന്ദ്രമന്ത്രിയായതിനാൽ ഇപ്പോൾ കൂടുതൽ വിശദീകരണം നൽകുന്നില്ലെന്നും പ്രജാവിവാദവും സ്വർണ്ണ ചർച്ചയും മുക്കാനാണ് ഇത്തരം നടപടികളെന്നും എല്ലാം കുതന്ത്രമാണെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
ശബരിമലയിലെ യോഗദണ്ഡ് സ്വർണം പൂശിയതിലും ദുരൂഹത. മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനാണ് അറ്റകുറ്റപ്പണിക്ക് ചുമതല നൽകിയത്. തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറ്റകുറ്റപ്പണി നടത്തിയതെന്ന് പത്മകുമാർ പറയുന്നു. ആര് ചെയ്യുമെന്ന് തന്ത്രി ചോദിച്ചപ്പോൾ മകൻ സ്വയം ഏറ്റെടുക്കുകയായിരുന്നുവെന്ന് പത്മകുമാർ പറയുന്നു. യോഗദണ്ഡ് സ്വർണം പൂശിയതിൽ ഹൈക്കോടതി അനുമതിയുണ്ടോ എന്നതിൽ സംശയമുണ്ട്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4 പ്രധാന ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയോട് ഉന്നയിച്ചുവെന്നും വയനാട് പുനരധിവാസത്തിന് NDRFൽ നിന്ന് 2221 കോടി രൂപ ഗ്രാന്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് അമിത് ഷാ പറഞ്ഞുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നിയമസഭയിൽ നടത്തിയ എട്ടുമുക്കാലട്ടി എന്ന പ്രയോഗത്തെക്കുറിച്ച് വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എട്ടുമുക്കാലട്ടി എന്നത് നാടൻ പ്രയോഗമാണ്. പ്രതിഷേധത്തിനിടെ വാച്ച് ആൻഡ് വാർഡിനെ തള്ളുന്നത് കണ്ടപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. ആരോഗ്യമില്ലാത്തയാളെയാണ് ഉദ്ദേശിച്ചത്. നജീബ് കാന്തപുരം നല്ല ആരോഗ്യമുള്ള ആൾ അല്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ KSUവിനെതിരെ മുദ്രാവാക്യവുമായി MSF. 10 വർഷങ്ങൾക്കു ശേഷം യൂണിയൻ MSFൽ നിന്ന് SFI പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് KSUവിനെതിരെ MSF രംഗത്തെത്തിയത്. പ്രധാനപ്പെട്ട 5 സീറ്റുകളിൽ KSU പിന്തുണയോടെയാണ് SFI വിജയിച്ചത്. മുന്നണി മര്യാദ KSU പാലിച്ചില്ലെന്ന് MSF ആരോപിച്ചു. (12:082) നമ്പർ തിരുവനന്തപുരം സെൻട്രൽ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിന് ഇന്നു മുതൽ ചങ്ങനാശ്ശേരിയിലും സ്റ്റോപ്പ്. തിരിച്ചുള്ള 12:081 നമ്പർ കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസിനും ചങ്ങനാശ്ശേരിയിൽ സ്റ്റോപ്പുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ജനശതാബ്ദി എക്സ്പ്രസിന്റെ വരവേറ്റ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ചങ്ങനാശ്ശേരിയിൽ നിന്നുമുള്ള ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിച്ചിരുന്നു. സംഘാടന പിഴവ് ആരോപിച്ച് കനകക്കുന്നിലെ കഴിഞ്ഞ ദിവസത്തെ പരിപാടി റദ്ദാക്കിയ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പേരൂർക്കടയിലെ ഇന്നത്തെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പരമാവധി ജീവനക്കാർ പങ്കെടുക്കണമെന്ന് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. അതിനിടെ ചടങ്ങിനായി ദീർഘനേരം വെയിലത്ത് നിന്ന ഉദ്യോഗസ്ഥരിൽ ഒരാൾ കുഴഞ്ഞു വീണു. 2030 മുൻപ് ഇന്ത്യയിൽ റെയിൽവേ ഗേറ്റുകൾ ഇല്ലാതാകുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി ആധുനിക ട്രെയിനുകൾ വരുന്നതോടെ റെയിൽവേ ഗേറ്റുകളെല്ലാം അണ്ടർ ബ്രിഡ്ജുകളോ ഓവർ ബ്രിഡ്ജുകളോ ആയി മാറും. ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്നത് വന്ദേ ഭാരത് ട്രെയിനുകളാണെന്നും വൈകാതെ കൂടുതൽ ആധുനിക സൗകര്യങ്ങളുള്ള അതിവേഗ ട്രെയിനുകൾ വരുമെന്നും ജോർജ് കുര്യൻ കൂട്ടിച്ചേർത്തു. സദാചാര പ്രസംഗവുമായി U പ്രതിഭ MLA. കട ഉദ്ഘാടനങ്ങൾക്ക് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെയാണ് കൊണ്ടുവരുന്നതെന്നും നമ്മുടെ സിനിമാക്കാരോട് സമൂഹത്തിന് ഒരുതരം ഭ്രാന്താണെന്നും എന്തിനാണ് ഇതെന്ന് മനസ്സിലാകുന്നില്ലെന്നും MLA പറഞ്ഞു. കായംകുളം എരുവ നളന്ദ കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ 34ാം വാർഷികാഘോഷത്തിന്റെ സമാപന വേദിയിൽ സംസാരിക്കവെയാണ് MLA ഇങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ പറയുന്നത് സദാചാരമാണെന്ന് പറഞ്ഞ് തന്റെ നേരെ വരരുതെന്നും മാന്യമായ വസ്ത്രധാരണം അനുസരിക്കേണ്ടത് തന്നെയാണെന്നും MLA പറഞ്ഞു. അതേസമയം മോഹൻലാൽ അവതാരകനായി എത്തുന്ന TV ഷോയ്ക്കെതിരായും U പ്രതിഭ MLA വിമർശനം ഉന്നയിച്ചു. വൈത്തിരി സ്റ്റേഷനിലെ SHO അടക്കമുള്ള പോലീസുകാർക്കെതിരെ കുഴൽപ്പണം അപഹരണ കേസിൽ പണം ഒളിപ്പിക്കാൻ ഉദ്യോഗസ്ഥരെ സഹായിച്ച യുവാവ് അറസ്റ്റിൽ. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ വൈത്തിരി വട്ടവയൽ ആനോത്തുവീട്ടിൽ MA റിയാസ് ആണ് അറസ്റ്റിലായത്. കുണ്ടന്നൂരിലെ സ്റ്റീൽ കമ്പനിയിൽ നിന്ന് തോക്ക് ചൂണ്ടി 80 ലക്ഷം കവർന്ന കേസിൽ എറണാകുളം ജില്ലാ അഭിഭാഷകൻ അടക്കം 7 പേർ അറസ്റ്റിൽ. ഇയാളാണ് മുഖ്യ സൂത്രധാരനെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പിടിയിലായവരെല്ലാം പണമിരട്ടിപ്പിക്കൽ സംഘത്തിന്റെ ഭാഗമാണെന്നാണ് പോലീസ് പറയുന്നത്. തൃശൂർ വലപ്പാട് നിന്നും എറണാകുളത്ത് നിന്നുമാണ് പ്രതികൾ പിടിയിലായിരിക്കുന്നത്. പാലക്കാട് വാണിയംകുളത്തെ DYFI പ്രവർത്തകൻ വിനേഷിനെതിരെ നടന്ന ക്രൂരമായ ആക്രമണത്തിന് പിന്നിൽ വ്യക്തിവിരോധമാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നതായും പോലീസ് വ്യക്തമാക്കി. എന്നാൽ വിനേഷിനെ ആക്രമിച്ചത് കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെയല്ലെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. അതേസമയം വിനേഷ് രക്ഷപ്പെട്ടാലും കോമയിലാകാൻ സാധ്യതയെന്ന് ഡോക്ടർ വ്യക്തമാക്കി.
എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരത്ത് കറവ പശു പേവിഷബാധയേറ്റ് ചത്തത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. പരിയാരം നീർത്താട്ടിൽ ചന്ദ്രന്റെ 2 വളർത്തു പശുക്കളിൽ ഒരെണ്ണമാണ് പേവിഷബാധയേറ്റ് ചത്തത്. ഈ പശുവിന്റെ പാൽ സമീപത്തെ വീടുകളിലും മറ്റും വിതരണം ചെയ്തിരുന്നു. പശു ചത്തതിന് പിന്നാലെ നാട്ടുകാർ ഭീതിയിലായി. പാൽ ചൂടാക്കാതെ കുടിച്ച സമീപവാസികളായ വീട്ടുകാർക്കും സമീപ പ്രദേശത്തെ മറ്റു പശുക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ് നടത്തി. കൺഗ്രാചുലേഷൻസ് മിട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. ഹരിയാന IPS ഓഫീസർ Y പുരൺകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തതായി ചണ്ഡീഗഡ് പോലീസ് ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. ഒക്ടോബർ 9-ന് IAS ഓഫീസറുടെ ഭാര്യ അംനീത് P. കുമാർ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യാ പ്രേരണ പരാതി നൽകിയിരുന്നു. ഭർത്താവ് എഴുതിവച്ച 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയത്. ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിലെ തലവൻ ഡോക്ടർ AK ബിസോയിക്കെതിരെ മോശം പെരുമാറ്റത്തിനെതിരെ ദില്ലി എയിംസിലെ നഴ്സുമാർ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. വനിതാ നഴ്സുമാരോട് അശ്ലീല ചുവയോടെ സംസാരിക്കുന്നു, അധിക്ഷേപപരമായി വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നിവയാണ് ആരോപണം. ശക്തമായ നടപടി വേണമെന്നാണ് ആവശ്യം. അസമിൽ BJP നേതാവും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ രാജൻ ഗൊഹേൻ ഉൾപ്പെടെ 17 പേർ പാർട്ടി വിട്ടു. ഇന്നലെയാണ് മുതിർന്ന BJP നേതാവ് അടക്കമുള്ളവർ രാജിവെച്ചത്. അസം ജനതയ്ക്കു നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും ബംഗ്ലാദേശികളെ സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കാൻ അനുവദിച്ച് തദ്ദേശീയരെ വഞ്ചിച്ചെന്നും രാജിക്കത്തിൽ ഗൊഹൈൻ ആരോപിച്ചു. വിദ്യാർത്ഥിനികൾ ലിവ് ഇൻ റിലേഷൻഷിപ്പുകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ വാരണാസിയിലെ മഹാത്മാഗാന്ധി വിദ്യാപീഠത്തിന്റെ 47ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവെയാണ് ഗവർണർ വിവാദ പരാമർശം നടത്തിയത്. ലിവ് ഇൻ റിലേഷൻഷിപ്പുകൾ ഇപ്പോൾ ട്രെൻഡാണെന്നും എന്നാൽ പെൺകുട്ടികൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഇത്തരം ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ അകപ്പെട്ടാൽ 50 കഷ്ണങ്ങളാക്കി കണ്ടെത്തിയേക്കാമെന്നും ആനന്ദിബെൻ പട്ടേൽ പറഞ്ഞു. ഇന്ത്യൻ കമ്പനികൾ അടക്കം 50ഓളം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ അമേരിക്കയുടെ കടുത്ത നടപടി. ഇറാനിയൻ എണ്ണ, വാതകം എന്നിവയ്ക്ക് ആഗോള വിപണി ഉറപ്പാക്കിയതിന്റെ പേരിൽ ഉപരോധം പ്രഖ്യാപിച്ചു. US ട്രഷറി വകുപ്പിന്റെ വിദേശ ആസ്തി നിയന്ത്രണ ഓഫീസാണ് നടപടിയെടുത്തത്. ഇറാന്റെ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും കമ്പനികൾക്കും എതിരെ അടക്കമാണ് നടപടി. ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയായ തെഹ്രീക്ക് ഇ ലബായിക്ക് പാകിസ്ഥാൻ ആഹ്വാനം ചെയ്ത ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധത്തിന് മുന്നോടിയായി തലസ്ഥാനമായ ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും ഇന്റർനെറ്റ് താൽക്കാലികമായി റദ്ദാക്കി. ഗാസ സമാധാന കരാറിനെ പിന്തുണച്ചതിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുന്നിൽ പാക് സർക്കാരും സൈനിക മേധാവി അസിം മുനീറും കീഴടങ്ങുകയായിരുന്നുവെന്നും സംഘടന ആരോപിച്ചു. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ സ്ഫോടനമെന്ന് റിപ്പോർട്ട്. പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് സ്ഫോടനം നടന്നതെന്ന് പറയുന്നു. തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാന്റെ ഒളിത്താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. താലിബാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തിയ സമയത്താണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത്. ഇസ്രയേൽ മന്ത്രിസഭാ കരാറിന്റെ ആദ്യഘട്ടം അംഗീകരിച്ചതോടെ ഗാസയിൽ 24 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരും. 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ കൈമാറുന്ന നടപടികളും തുടങ്ങും. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബന്ദികളെ മോചിപ്പിക്കാനാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചു. ഇരുപക്ഷവും തമ്മിലുള്ള കരാർ ഒപ്പിടുന്നതിന് സാക്ഷിയാകാൻ ട്രംപും ഈജിപ്തിലേക്ക് എത്തിയേക്കുമെന്നാണ് വിവരം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.